ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്. ഇതെന്ത് പാട്ടടോ എന്ന് ചോദിക്കുന്നവർ ഈ ജനറേഷനിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവരും, ആഹാ എന്തൊരു പാട്ട് എന്ന് അഭിമാനത്തോടെ ഉറക്കെ പാടുന്നവർ ജൻസികളുമാകുന്നു. പുതിയതിനെ മഹത്വവൽക്കരിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നത് പാപമൊന്നുമല്ല. പക്ഷേ പഴയതിനെ മറക്കല്ലേ മക്കളെ എന്ന് പറയുമ്പോൾ തുടങ്ങി തന്ത വൈബ് എന്ന് പരിഹസിക്കാതിരിക്കാനുള്ള സാമാന്യ യുക്തിയെങ്കിലും കാണിക്കണം. കാരണം പഴയതിനെ തിരസ്കരിച്ചാൽ അപ്പനെയും അമ്മയെയും കൂടി തിരസ്കരിക്കേണ്ടി വരും. കാരണം അവരും പഴയതാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതുപോലെ നമ്മുടെ കൗമാരക്കാരിലും യുവാക്കളിലും കൂടി വരുന്ന അക്രമവാസനയെയും ലഹരി ഉപയോഗത്തെയും കുറിച്ച് ഗൌരവമായി തന്നെ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വിദഗ്ധ അഭിപ്രായം കൂടി സമാഹരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജനും എഴുത്തുകാരനുമായ ഡോക്ടർ മനോജ് വെള്ളനാട് ചില നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ജൻസികളോടാണ്. ജൻസികളെ മാപ്പ്, ഗുണപാഠങ്ങൾ കുറച്ചൊന്ന് കേൾക്ക്. മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സമൂഹത്തിൽ കൂടി വരുന്ന അക്രമവാസനകളെപ്പറ്റി. പ്രത്യേകിച്ചും അത് കൗമാരക്കാരായ കുട്ടികളും സ്കൂൾ കുട്ടികളും അല്ലെങ്കിൽ വളരെ യങ്ങായിട്ടുള്ള കോളേജ് കുട്ടികളോ അല്ലെങ്കിൽ 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാരോ ചെയ്യുന്ന ക്രൂരതകൾ ഒക്കെ വാർത്തയാകുമ്പോഴാണ് അത് പലപ്പോഴും ചർച്ചയാകുന്നത്. ഈ കൂടുതൽ ചർച്ചകളും ഈ അക്രമവാസനകളെ പറ്റി മാത്രമാകുമ്പോൾ അതിനിടയിൽ മിസ്സായി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ശരിക്കും അക്രമവാസനയേക്കാൾ കൂടുതൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളിലും യുവാക്കളിലും കുറഞ്ഞു വരുന്ന മാനസികാരോഗ്യത്തിന്റെ പ്രശ്നമാണ്. ഇന്ന് സമൂഹത്തിലെ മിക്കവാറും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ യുവാക്കൾ അതിനോട് പ്രതികരിക്കുന്നതിന്റെയും അല്ലെങ്കിൽ സ്വന്തം പ്രശ്നങ്ങളിൽ അവരവർ പ്രതികരിക്കുന്ന രീതിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വലിയൊരു ശതമാനം കുട്ടികളിൽ അല്ലെങ്കിൽ യുവാക്കളിൽ മാനസിക ആരോഗ്യം വളരെ വളരെ കുറവാണെന്നുള്ളത്. അപ്പം പലരും വിഷാദത്തിലേക്ക് പോകുന്നു, ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 9 വയസ്സുള്ള ഒരു കുട്ടി ചെറിയൊരു പെൻസിലിന്റെ പ്രശ്നത്തിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്ത ഒരു വാർത്തയൊക്കെ നമ്മൾ വളരെ വിഷമത്തോടെ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മാനസികാരോഗ്യം കുറയുന്നതിന്റെ കാരണം? മാനസികാരോഗ്യം കുറയുമ്പോഴാണല്ലോ സമൂഹത്തിൽ അക്രമ വാസനകളും പെരുകുന്നത്. അപ്പോൾ അതും ഇത് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാനസികാരോഗ്യം കുറയുന്നത് എന്നുള്ളതിനെ പറ്റി കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ ഇതെല്ലാം തന്നെ പല ഫാക്ടറുകൾ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇതുണ്ടായത് എന്ന് പറയാനൊന്നും പറ്റില്ല. അക്രമവാസനകൾക്ക് കാരണം തേടി പോകുമ്പോൾ ഇനി പറയാൻ പോകുന്നതൊന്നും വിട്ടുകളയണ്ട. നമ്മുടെ പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ടാവാം, വീടിനകത്തുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടാവാം, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം, അത് കാരണം ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം, സ്കൂളിലെ പ്രശ്നങ്ങളുണ്ടാവാം, പഠനത്തിലുള്ള അമിതമായ പ്രഷറുകൾ ഉണ്ടാവാം, കൂട്ടുകാർക്കിടയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരാളുടെ മാനസികാരോഗ്യം വളരെ മോശമായി പോകുന്നത് തലമുറയിൽ. അതേ കാരണങ്ങൾ തന്നെ അക്രമവാസന കൂടുന്നതിനും, അക്രമവാസന എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ കത്തിക്കുത്ത് കൊലപാതകങ്ങൾ മാത്രമല്ല, കുട്ടികളിൽ കൂടി വരുന്ന അഗ്രസീവ്നെസ് എന്ന് വെച്ചാൽ എന്തിനോടും വളരെ രോഷാകുലനായിട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം, ആ സ്വഭാവം കൂടി വരുന്നതിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ വാർത്തകളിൽ കയറുന്ന മർഡറുകൾ മാത്രമല്ല അക്രമവാസന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീടിനകത്തും കൂട്ടുകാർക്കിടയിലും സ്കൂളിലും ഒക്കെ കുട്ടികളിൽ കൂടി വരുന്ന അഗ്രസീവ്നെസ്, അതിന്റെ കാരണങ്ങൾ തേടി പോകുമ്പോഴും നേരത്തെ പറഞ്ഞ മാനസികാരോഗ്യം കുറയുന്നതിന്റെ അതേ കാരണങ്ങളും, പിന്നെ ലഹരിയുടെ ഉപയോഗം, വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം, ലഹരിയുടെ ഒരു അവൈലബിലിറ്റി, ഇതെല്ലാം അതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഈ എല്ലാത്തിനും ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളും അതിനുള്ളിലെ കണ്ടന്റുകളും. അതിനുള്ളിലെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങളാകാം, റീൽസുകളാവാം, വീഡിയോ ഗെയിമുകളാകാം, സീരീസുകളാകാം. അപ്പോൾ ഇതിലെല്ലാത്തിലും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വയലന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, ഇതെല്ലാം തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതൊക്കെ വളരെ മുതിർന്ന, വളരെ നമ്മൾ പക്വതയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരെ പോലും ഇതെല്ലാം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഇതിൽ എത്രയധികം സ്വാധീനിക്കും എന്നുള്ളതിനെപ്പറ്റി
നമുക്ക് അങ്ങനെ അധികം ചിന്തിച്ച് തലപോയിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇത് അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇനി പറയാൻ പോകുന്ന പല കാര്യങ്ങളും രക്ഷിതാക്കൾക്ക് പോലും ദഹിച്ചെന്ന് വരില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ നിയന്ത്രിക്കാനാണ് എന്ന് പലരും അല്പം ദേഷ്യത്തോട് തന്നെ ചോദിച്ചേക്കാം. എങ്കിലും ഒരു അനുഭവം എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിൽ കയറിയതായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ തന്നെ അടുത്ത സീറ്റിലിരിക്കുന്ന ഒരു അമ്മയും കുഞ്ഞും, ഒരു 6-7 വയസ്സിനകത്തുള്ള ഒരു കുട്ടിയാണ്. കുട്ടി അപ്പോൾ തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ട്രെയിനിൽ കയറുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ. അമ്മ വേറെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിലൊരു അസ്വാഭാവികത എന്താണെന്ന് വെച്ചാൽ, കുട്ടി എൻ്റെ ഫ്രണ്ട് കൊല്ലത്ത് ഇറങ്ങുന്നത് വരെയും ആ കുട്ടി മൊബൈലിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ള സമയമായപ്പോൾ അമ്മ നിർബന്ധിച്ച് ഫോൺ പിടിച്ചു വാങ്ങിക്കുകയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് കുട്ടി അതുപോലെ പിടിച്ചു വാങ്ങുകയും, എന്ന് വെച്ചാൽ ആ ഒരു 6-7 മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ ഭൂമിയിൽ നടന്ന ഒരു കാര്യവും ആ കുട്ടി ശ്രദ്ധിക്കുകയോ അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ശരിക്കും മൊബൈൽ ഫോൺ അല്ല അവിടെ വില്ലൻ എന്നുള്ളത് വേറൊരു കാര്യം. മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ ഇത്തരം കുട്ടികളിൽ ശരിക്കും അവിടെ വില്ലൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പാരന്റ്സ് ആണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ബ്രിട്ടീഷ് മെഡിക്കൽ കൗൺസിലിന്റെ പബ്ലിക് ഹെൽത്തിൽ വന്ന ഒരു പഠനമുണ്ട്. കുട്ടികളിലെ സ്ക്രീൻ ടൈമും മാനസികാരോഗ്യമാണ് അവർ പഠിച്ചത്. പ്രത്യേകിച്ച് ഈ കൗമാരക്കാരായ കുട്ടികളിൽ, കൗമാര യൗവന അതിർത്തിയിലുള്ളവരിലും ഒക്കെ കഴിഞ്ഞ ഒരു 20 വർഷത്തിനകത്ത് വിഷാദ രോഗത്തിന്റെ നിരക്ക് 50% കൂടുന്നു, ആത്മഹത്യാ പ്രവണത 30% വർദ്ധിക്കുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ആ ഒരു പഠനം നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10,000-ലധികം സ്കൂൾ കുട്ടികളിൽ 2 വർഷം കൊണ്ട് നടത്തിയ ഒരു പഠനത്തിന്റെ റിപ്പോർട്ടാണത്. ആ പഠനം മാത്രമല്ല, വേറെയും ധാരാളം പഠനങ്ങൾ ഈ മൊബൈൽ ഫോൺ എന്നുള്ളതല്ല, സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് TV സ്ക്രീൻ ആവാം, ലാപ്ടോപ്പ് ആവാം, ടാബ് ആവാം, അങ്ങനെയുള്ള ഏത് സ്ക്രീനും ആവാം. ഈ സ്ക്രീൻ ടൈം കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു പഠനമാണ് അവർ നടത്തിയത്. അപ്പൊ അതിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ അവർ നിരവധി പഠനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത് കുട്ടികളിൽ ഉണ്ടാകുന്ന വിഷാദം, ഉത്കണ്ഠ, അവരിൽ ചുറ്റുപാടുകളിൽ നിന്നുള്ള അകൽച്ച, പിന്നെ ADHD എന്ന് നമ്മൾ പറയുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറുകൾ, അഗ്രഷൻ, നമ്മൾ ഈ പറയുന്ന അക്രമവാസന, അഗ്രസീവ്നെസ്, പിന്നെ ശ്രദ്ധക്കുറവ്, പഠന വൈകല്യങ്ങൾ, പിന്നെ ഈ വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിക്കാനോ അവ നിലനിർത്താനോ ഉള്ള കഴിവില്ലായ്മ ഇന്നത്തെ കുട്ടികൾ കൂടുതലാണ്. ഇതെല്ലാം ഈ സ്ക്രീൻ ടൈം കൂടുമ്പോൾ കൂടുതലായിട്ട് എവിഡന്റ് ആവുന്നു എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും സ്വഭാവത്തിലുണ്ടാവുന്ന വൈകല്യങ്ങൾ, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ വേണ്ടത്ര ഉറങ്ങാത്ത അവസ്ഥ, ഈ സാമൂഹികമായിട്ട് ഇടപെടാനുള്ള കഴിവ്, ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ ഇടപെടാനുള്ള കഴിവ്, നമ്മൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്നതിന്റെ വേറൊരു വർഷം, അപകർഷതാബോധം, പിന്നെ ഈ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടൽ, സർഗാത്മകത ഇല്ലാത്ത യുവത്വം, വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിവില്ലായ്മ, ഏതൊരു സിറ്റുവേഷനിലും എങ്ങനെ പെരുമാറണം എന്ന അറിവില്ലായ്മ അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലായ്മ, പിന്നെ എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തി ഇല്ലായ്മ, ഇതെല്ലാം തന്നെ മാനസികമായിട്ട് ഈ സ്ക്രീൻ ടൈം നമ്മളെ സ്വാധീനിക്കുന്നതായിട്ടാണ് ഇത്തരം പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഇത് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും പഠനത്തിൽ, ഈ ഒരു പഠനത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, അത് ഞാനൊരു എക്സാമ്പിളായിട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിന്റെ ഒരു എക്സാമ്പിളായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അകാരണമായിട്ടുള്ള ക്ഷീണം, അകാരണമായിട്ടുള്ള ശരീരവേദന, എന്താണ് റീസൺ എന്ന് അറിഞ്ഞുകൂടാത്ത ശരീരവേദന, ഓക്കാനം, വിശപ്പില്ലായ്മ, പിന്നെ അമിത ഭക്ഷണം, അത് കാരണം ഉണ്ടാവുന്ന മറ്റ് അമിതവണ്ണവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഇത്തരം കുട്ടികളിലും കൗമാരക്കാരിലും ഒക്കെ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഇതേപ്പറ്റി ഇനിയും ധാരാളം പറയാനുണ്ട്, വരും ദിവസങ്ങളിൽ പറയാം. നോക്കൂ, നമ്മുടെ യുവത്വത്തിന്റെ പൊതുവിചാരങ്ങൾ ഇന്ന് നിയന്ത്രിക്കപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്നതൊരു സത്യമാണ്. അവരുടെ ഡ്രസ്സിംഗ് സെൻസ് അടക്കം എന്ത് കാര്യങ്ങളെയും മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത്. ഒരു പുസ്തകമുണ്ട്, 10 ആർഗ്യുമെന്റ്സ് ഫോർ ഡിലീറ്റിംഗ് യുവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് റൈറ്റ് നൗ എന്ന പുസ്തകം. ജാറൂൺ ലാനിയറാണ് ഈ പുസ്തകം എഴുതിയത്. അത് സമൂഹ മാധ്യമങ്ങൾ പൊതുചിന്തകളെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. നോക്കൂ മക്കളെ, സ്വന്തം തല കഴുത്തിനു മുകളിൽ വേണം എന്ന് പറയാറുണ്ട്. മറ്റാരുടെയെങ്കിലും യുക്തിയോ ബുദ്ധിയോ അല്ല, അവനവന് സ്വന്തമായി ഒരു നിലപാട് വേണം. അവനവനായി ജീവിക്കാൻ അധികം മുതൽ മുടക്കോ അമിത ആഗ്രഹങ്ങളോ വേണ്ട. മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് ചെലവ് കൂടുന്നതും പിരിമുറുക്കം ഏറുന്നതും. താനായി ജീവിക്കാൻ ഓരോരുത്തരും പുലർത്തേണ്ട മര്യാദകളുണ്ട്. ഒന്ന്, സ്വന്തം കഴിവുകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടാകണം. എന്തൊക്കെ ആകാൻ കഴിയും എന്നതുപോലെ എന്തൊക്കെ ആകാൻ കഴിയില്ല എന്നും കൃത്യമായി അറിയണം.